ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഓട്സും ചെറുപയറും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഭാരം കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ആ ഓട്സിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഓട്സ് 1 കപ്പാണ് എടുത്തത്. 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ് എടുത്തപ്പോൾ 1/2 കപ്പ് ചെറുപയർ എടുക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പകുതി ചെറുപയർ എടുക്കണം കേട്ടോ. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുപയർ കുതിർന്ന് കിട്ടാൻ ആവശ്യമായ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനൊരു 4 മണിക്കൂറാണ് ഇത് രണ്ടും സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഞാനിതൊരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ചെറുപയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓട്സിലേക്ക് ഒഴിച്ച വെള്ളമൊക്കെ ഓട്സ് വലിച്ചെടുത്തിട്ട് ഓട്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ചെറുപയർ നന്നായിട്ട് കണ്ടോ, നെക്കി നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് ചെറുപയർ കുതിർന്ന് കിട്ടിയെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് കുതിർത്തെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുപയർ കൂടെ ഇട്ട് കൊടുക്കാം. ചെറുപയറിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള ചെറുപയർ വലിച്ചെടുത്തിട്ടുള്ളതിൽ നിന്ന് ബാക്കിയുള്ള വെള്ളമില്ലേ, ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുക്കുന്നില്ല. അടിഭാഗത്ത് കുറച്ച് വെള്ളം ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ സാദാ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായി വന്നത്. ആദ്യം തന്നെ നമുക്കിത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഇതിന് തോനെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അരച്ചെടുക്കാനായിട്ട്. വളരെ കുറച്ച് വെള്ളം മതി അരച്ചെടുക്കാൻ. പിന്നെ നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറുപയറിൻ്റെ ഉള്ളിലൊക്കെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം, ഏകദേശം ചെറുപയറിൻ്റെ വെള്ളവും അല്ലാതെ വെള്ളം ഒഴിച്ചതും കൂടി ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറൊന്ന് എന്താ പറയുക, ഒന്ന് കുലുക്കിയെടുക്കാം. അവസാനം ഞാൻ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇത് നമ്മളൊന്ന് കലക്കി നോക്കിയിട്ട് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അതനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അരച്ചെടുത്ത ഉടനെ അപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. കണ്ടോ, ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അല്പം നല്ലെണ്ണ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെച്ചിട്ട് മതി. നമ്മളിത് ആദ്യം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്കിത് മസാല ദോശയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരുപാട് വലുപ്പത്തിൽ വേണമെങ്കിൽ, വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വലുപ്പത്തിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സവാളയൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മറിച്ചിടുന്നൊന്നുമില്ല. ഞാൻ 2 മറിച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ അവസാനം കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നല്ലെണ്ണയാണ് ആക്കി കൊടുക്കുന്നത്. പകരം ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നന്നായി മൊരിഞ്ഞു വന്നത് ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ അതേ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 നല്ല മറിച്ചിട്ടും ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതാണ് ഇങ്ങനെ ഒരുപാട് പരത്താതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇതുകൂടി കാണിച്ചു തന്നത്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.